സിസ്റ്ററിന്റെ പേര് സൈറി കുമാരി എന്നാണ്. പരശുവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പരശുവയ്ക്കൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ. ജൂലൈ 26 സിസ്റ്റർ 2 വീലറിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണതിനെ തുടർന്ന് കാലിലെ ചതയെല്ലാം പോയി എല്ല് പുറത്ത് കാണുന്ന അവസ്ഥയിലായിരുന്നു. പാറശാല ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് ഡോക്ടേഴ്സ് വേഗത്തിൽ തന്നെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. കാലിലെ 2 വിരലും അനക്കം ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആയിരുന്നത്. നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അസ്ഥി പുറത്തു വന്നു. അസ്ഥി പുറത്തു വന്നു. ഭയങ്കര എന്ത് വേദന സഹിച്ചു ചേച്ചി? പറ. ഒത്തിരി പ്രയാസത്തിലൂടെ ആയിരുന്നു സിസ്റ്റർ പോയത്. എന്നാൽ കഴിഞ്ഞ മാസം സെപ്റ്റംബർ സിസ്റ്റർ ചർച്ചിലേക്ക് വന്നു. ബ്രദർ സിസ്റ്ററിന്റെ അടുത്ത് അങ്ങോട്ട് തന്നെ ആലോചന പറഞ്ഞു. ഈ സമയം തന്നെ കർത്താവ് സിസ്റ്ററിന്റെ കാലുകളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ ആ സിസ്റ്ററിന്റെ വിരലുകൾ സൗഖ്യമായി, തുടർന്ന് തന്നെ കാലുകളും സൗഖ്യമായി എന്നാണ്. ഭയങ്കര കാര്യമാണല്ലോ. എനിക്കിത് ഓർമ്മയില്ല പറഞ്ഞത്. സെപ്റ്റംബർ പറഞ്ഞ കാര്യം. സെപ്റ്റംബർ 15 തീയതി ഇവിടെ വന്ന സമയത്ത് എന്തുവായിരുന്നു അപ്പൊ കാലില് പ്രശ്നം ഉണ്ടായിരുന്നു? ഈ ചതയൊന്നും ഇല്ലാതെ എല്ല് മാത്രം കാണുന്ന അവസ്ഥയായിരുന്നു. 2 വിരൽ മാംസം പോയി അസ്ഥി കാണാം. ഇപ്പൊ 2 വിരല് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ് വിരൽ അനങ്ങുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തർക്കിക്കുമായിരുന്നു വിരൽ അനങ്ങണമെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ് ഈ വിരൽ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 15 തീയതി ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞ് പ്രാർത്ഥന സമയം ബ്രദർ അടുത്ത് എൻ്റെ അനിയത്തി മോളും കൂടെ വന്ന് പറഞ്ഞ്, അപ്പോഴും ബ്രദർ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് വിരൽ അനക്കിക്കോ എന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ അനങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുത്ത കർത്താവിനെ. ആമേൻ. എന്നെ സന്തോഷമാണോ? നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് സന്തോഷമാണോ? അത്ഭുതങ്ങൾ ഉണ്ടാകണം സഹോദരൻ, വീരപ്രവർത്തികൾ ഉണ്ടാകണം. അനേകരുടെ വിശ്വാസത്തിന് ഇത് കാരണമാകും. ഇത് കേട്ടോ പറഞ്ഞത്? കാലിൽ വിരലനങ്ങത്തിലായിരുന്നു. ഡോക്ടർ മുറിച്ചു കളയണമെന്ന് പറഞ്ഞ അസ്ഥിയാണ്. ഇന്ന് കൃപയാൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. അന്നു മുതൽ കാലനങ്ങാൻ തുടങ്ങി. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയിട്ടേ ഇല്ല. അയ്യോ, അസ്ഥി കാണുന്ന വിധത്തിൽ മാംസം പോയെന്നൊക്കെ പറയണ ഭയങ്കര അല്ലേ? ചേച്ചിയുടെ മൊബൈലിൽ അതാണുണ്ടോ? ഒന്ന് കാണട്ടെ. അടിപൊളി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. വാ. എന്റെ അമ്മോ, ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്. അസ്ഥി കാണാം. ഇത് കാണാതിരിക്കാൻ നല്ലത് കേട്ടോ. എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയാവുന്നു. കാണാവോ? നിങ്ങൾ കാണണ്ട. എനിക്കും കാണണമെന്ന് വലിയ ആഗ്രഹമില്ല. അവസാനമാണ് ഇങ്ങനെ ആയെന്ന് കേൾക്കുന്ന സന്തോഷമുള്ള കാര്യം. ഒരു കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു.